ഹലോ ഗൈസ്, വിശപ്പിൻ്റെ വിളി വന്നിട്ടാണോ എന്തോ വയറിനകത്തൊരു ചെറിയൊരു എരിച്ചിലും പുകച്ചിലും. എന്തായാലും വിശപ്പാണെന്ന് ചെറുതായിട്ട് മനസ്സിലായി. എന്നാൽ പിന്നെ ചാത്തൻ്റെ അടുക്കളയിലിട്ട് കയറിയിട്ട് തന്നെ കാര്യം. ചെന്നപ്പോൾ ഉണ്ട് ചാത്തൻ കൈതച്ചക്ക മുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ കൈതച്ചക്ക എന്നൊരല്പം മേടിച്ചങ്ങ് തിന്നാമെന്ന് കരുതി അടുത്ത് കൂടിയപ്പോഴാണ് അറിയുന്നത് കൈതച്ചക്ക വെച്ച് ചാത്തൻ അതാ കൈതച്ചക്ക പച്ചടി പണിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. കൈതച്ചക്ക പച്ചടിയല്ല, ഫ്രൂട്ട് പച്ചടി, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എന്തായാലും സംഭവം പേസ്റ്റ് പോലൊരു സാധനം വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആ അരഞ്ഞ് നല്ല മെഴുമെഴാന്ന് കിടക്കുന്നത് നല്ല ഒന്നാന്തര നേന്ത്രക്കായ, അതായത് നമ്മുടെ ഏത്തപ്പഴമാണ് അരച്ചിട്ടേക്കുന്നത്. പിന്നെ ആ തട്ടിയിട്ട പൊടി കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അതിനകത്ത് മുന്തിരിങ്ങയൊക്കെ കിടപ്പുണ്ട്. ചാത്തനോട് ഞാൻ 2 മുന്തിരിങ്ങയൊക്കെ ഇങ്ങ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ചാത്ത എനിക്ക് തന്നത് ആ ചട്ടു ഇളക്കിയിട്ടൊന്ന് തൊട്ട് നക്കി നോക്കാനായിട്ടാണ്, ടേസ്റ്റ് ഉണ്ടോ എന്ന്. എന്നാൽ പിന്നെ ഇനിയിപ്പം ചാത്തനോ ആ സാധനം തന്നില്ല, എന്നാൽ കൈതച്ചക്കയെങ്കിലും മേടിച്ച് തിന്നാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞാൽ ആദ്യ സാധനം ഉണ്ടാക്കട്ടെ, ഗണപതിക്ക് വെച്ചതിന് ശേഷമേ നിനക്ക് തരത്തുള്ളൂ എന്ന്. അപ്പോൾ അവിടെ അരിഞ്ഞ് ഞുറുക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് എപ്പോഴാണാവോ ഗണപതിക്ക് വെക്കുന്നത്? മിക്കവാറും ഗണപതി കോപം എനിക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിശപ്പ് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയറിന് എന്തെന്നില്ലാത്തൊരു എരിച്ചിലും പുകച്ചിലും. അപ്പോൾ അതിനും എനിക്ക് മറുപടി കിട്ടി കേട്ടോ. കൈതച്ചക്ക തിന്നാൽ കൂടുതൽ എരിയത്തും പുകയത്തേ ഉള്ളൂ. അതുകൊണ്ട് ചോറിപ്പം ശരിയായിരിക്കുകയാണ്. ലാസ്റ്റ് വിഭവമായിട്ടുള്ളതാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് പച്ചടി. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നിനക്ക് ചോറ് കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് തൽക്കാലം ആകെ ഈ ഒരു കൈതച്ചക്കയേ ഉള്ളൂ. ആ കൈതച്ചക്ക ഞങ്ങൾ ഫ്രൂട്ട്സ് പച്ചടിക്ക് ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഗണപതിക്ക് വെച്ചതിന് ശേഷമേ നിനക്ക് തരത്തുള്ളൂ എന്ന് വീണ്ടും പറഞ്ഞു. മിക്കവാറും ഇതോടുകൂടി ഗണപതിയും ഞാനുമായിട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ 2 മുന്തിരിങ്ങയെങ്കിലും തിന്നാമെന്ന് കരുതി ദുഷ്ടനോട് ഞാൻ മുന്തിരിങ്ങ ചോദിച്ചു. പക്ഷേ എന്താണെന്നറിയത്തില്ല, മുന്തിരിങ്ങ എനിക്ക് തന്നില്ല. ഗണപതിയാണ് ഇവിടെ വില്ലൻ. എന്തായാലും നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇളക്കി അതിനകത്ത് പഞ്ചസാരയൊക്കെ തട്ടി തൈരും കൂടെ ഒക്കെ ഒഴിച്ച് കഴിയുമ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാവും. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു സംഗതി മനസ്സിലാക്കി. ഈ ഫ്രൂട്ട് സലാഡെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ സംഭവം ഫ്രൂട്ട്സ് പച്ചടിയാണ്. ഈ ഫ്രൂട്ട്സ് പച്ചടി ഉണ്ടാക്കുന്നത് നമ്മുടെ ബനാന, പിന്നെ മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, തൈര്, മുന്തിരിങ്ങ, പൈനാപ്പിൾ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സംഭവം നല്ല അടിപൊളി സാധനമായിരുന്നു. നമ്മൾ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല അഡ്ഡാറൈറ്റം ഇത് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ചാത്തനുണ്ടാക്കിയ സാധനമെല്ലാം കൊള്ളാം കേട്ടോ. ചാത്തനുണ്ടാക്കുന്ന സാധനം ഒന്നുമില്ല ടേസ്റ്റ് ഉള്ളതായിട്ടൊന്നല്ല, ചാത്തൻ കൊല്ലും. കൊള്ളാം കേട്ടോ, കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇച്ചിരി പൊക്കിയൊക്കെ അങ്ങ് പറഞ്ഞേക്കാം. വിശപ്പിന് 2 മുന്തിരിങ്ങ ഒന്നും തന്നില്ലെങ്കിലും കെട്ടിയവനായി പോയില്ലേ, കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ സംഭവം എന്തായാലും പൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ തോന്നിയൊന്നും വേണ്ട. അതെങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടെ അടിച്ച് കുഴച്ചങ്ങാണ്ട് ആരാണ്ട് തിന്നുമോ? നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയാലും നമ്മൾ അന്നേരം ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് തിന്നത്തില്ലേ? ഇവർക്കൊക്കെ വട്ടാന്നാന്നേ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഓരോന്നായിട്ടും കൊടുത്താൽ പോരെ. ഞാനെങ്ങാണാന്ന് ഇങ്ങനെ അടിച്ച് ഇലക്കൊന്നും എടുക്കില്ല കേട്ടോ. ഇവർക്ക് ഇത് എന്നാത്തിൻ്റെ കുഴപ്പമാണെന്ന് ആർക്കറിയാം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടിയ വല്ല കാര്യമുണ്ടോ? സംഭവം എന്തായാലും കൊള്ളാട്ടോ. നല്ല അടിപൊളി പച്ചടി എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതെല്ലാം സിംഗിളായിട്ട് തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ തിന്ന് എൻ്റെ വയറും നിറച്ച് നല്ലൊരു ഏമ്പക്കവും വിട്ട് നല്ല സൂപ്പർ ഒരു താങ്ക്സ്, ഐ ലവ് യു ഒക്കെ പറഞ്ഞേച്ച് പോയേനെ. പക്ഷേ സംഭവം പൊളിയാട്ടോ. ട്രൈ ചെയ്തോളൂ.